കുറച്ചു നാൾ മുമ്പ് കുമരകത്തെത്തിയ ഒരു വിദേശി സഞ്ചാരി വെമ്പനാട്ട് കായലിന്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുമരകത്തിന്റെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ നേരം ഒരാഗ്രഹം തോന്നി. ഇവിടെ കണ്ട വള്ളം പോലെ ഒന്ന് അത് വിദേശത്തേക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ആ ആഗ്രഹം ഇവിടെ കുമരകത്തുള്ള മത്തച്ഛനോട് പറയുകയാണ്. പിന്നാലെ തന്നെ ഇതുപോലൊരു വള്ളം ഇവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഈ വള്ളം ഉണ്ടാക്കിയ ശില്പി അദ്ദേഹം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കുമരകം ബോട്ട് ജെട്ടിക്ക് സമീപത്താണ് അദ്ദേഹത്തിന്റെ വീട്. ഇതുപോലെ ഒരു വള്ളം അദ്ദേഹം നിർമ്മിച്ചു കൊടുക്കുകയാണ്. ചേട്ടാ, നമുക്ക് ഇങ്ങോട്ട് ഈ മത്തച്ഛനാണ് ഈ പറയുന്ന ഈ സായിപ്പ് പറഞ്ഞ ഈ വള്ളം തയ്യാറാക്കി കൊടുത്തത്. ചേട്ടാ, എങ്ങനെയാണ് ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ അവര് ബന്ധപ്പെടുകയായിരുന്നു? ഇങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. ഒരു വള്ളം ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞു, നീളവും വീതിയും മണ്ണും ഒക്കെ പറഞ്ഞു, അതനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇത് ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ കുമരകത്ത് ഒരുപാട് വിദേശികൾ എത്തുന്നുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടാക്കുന്ന ആദ്യമാണ്. മറ്റേ നേരത്തെ ചെറിയ വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താ ആവശ്യപ്പെട്ട പുള്ളിക്ക് തുടയായിട്ടൊരു വള്ളം വേണം, 4 പേര് നിൽക്കണം, മറിയരുത്, അതിന് പറ്റിയൊരു വള്ളം വേണം എന്ന് പറഞ്ഞല്ല ഉണ്ടാക്കിയത്. ഇതെങ്ങനെ? അതോ 15 അടി നീളം, 3.5 അടി വീതി, 15 ഇഞ്ച് താഴ്ച, ആ കണക്കിന് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ആ കണക്കിന് ഉണ്ടാക്കി. പേരൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? പോകാൻ നേരത്ത് പുള്ളി പറഞ്ഞ് ഈ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞു, എഴുതി തന്ന്. അത് നിർമ്മാണത്തിന് 8 ദിവസം എടുത്തുള്ളൂ. 3 പേര് 8 ദിവസം ഇരുന്ന് പോയത്. ഇതൊക്കെ ഇരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ്. സാറിന് ഇവിടെ ഉണ്ടാക്കുന്ന പടിയും തന്നെ മുകളിൽ ഈ നിരപ്പിനാണ് ഇടുന്നത്. താത്ത് ഇടണം, ഇതാ മറിയരുത്, ഇരിക്കാൻ ചാരി വേണം, തണ്ട് വേണം എന്നൊക്കെ പറഞ്ഞു. ഇവിടെ കണ്ട ഏതെങ്കിലും ഒരു ഇതിനെ പോലെ വെള്ളം പോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു. നമ്മള് ഇവിടെ പല പ്രാവശ്യം പണിതിട്ടുള്ള വെള്ളം, ഈ സൈസ് വെള്ളം ഇവിടെ പണിതിട്ടില്ല. നീളം കുറച്ച് വണ്ണം കൂട്ടി. വിദേശത്തേക്ക് പോവുകയാണെന്നുള്ളത് വിദേശത്തേക്ക് പോകാൻ എനിക്ക് അറിയാൻ പറ്റില്ല. പുള്ളി വിദേശങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കും, നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. മോയിസ് എന്നാ പുള്ളി പേര്, മോയിസ്. അതുകൊണ്ടാണ് ഈ പേര് മോയിസ് തന്നെ. എല്ലാവർക്കും ഒരു കൗതുകമാണ്. കുമരകത്തേക്ക് എത്തുന്നവർക്കൊക്കെ ഭയങ്കര, ഒന്നാമത് ഇവിടെ എത്തുന്ന വിദേശികൾക്ക് വലിയ കാര്യമാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഇതൊക്കെ അങ്ങോട്ടേക്ക് പോകുമ്പോഴേ, അതായത് ഇവിടുത്തെ ഒരു ചിത്രം കൂടി അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് കടക്കുകയാണെന്നുള്ളത് നമുക്കറിയാൻ. ചേട്ടൻ എത്രത്തോളം ഹാപ്പിയാണ്? ചേട്ടൻ എത്രത്തോളം ഹാപ്പിയാണ്? നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് പൈസ തന്നു, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതാണ് ഈ പറഞ്ഞതുപോലെ. ഏതായാലും അടുത്ത ഒരു ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോഴേക്കും മോയിസ് തിരിച്ചെത്തും ഈ വള്ളം വാങ്ങാൻ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുമരകത്തിന്റെ സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ കുമരകത്ത് ഈ വള്ളത്തിലൊക്കെ യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു ചിത്രം, അല്ലെങ്കിൽ കുമരകത്തിന്റെ ഒരു സൗന്ദര്യം കൂടി വിദേശത്തേക്ക് കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യൂർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.